നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ഗുരുരതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ അധ്യായം 3 കർമ്മയോഗത്തിൻ്റെ ഭഗവാൻ അർജുനനെ യുദ്ധമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. 34 ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. 35-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അവിടെ ഭഗവാൻ ഓരോരുത്തരുടെ കഥകൾ, ചരിത്രങ്ങൾ പറഞ്ഞ്, ഉദാഹരണം പറഞ്ഞ് അർജുനനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭാഗമാണ്. ശ്ലോകം 35. ശ്രേയൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കുമ്പോൾ, ആചരിക്കാൻ സുഖമായത് അന്യൻ്റെ ധർമ്മമാണെന്ന് തോന്നാം. സ്വധർമ്മം ഗുണരഹിതമെന്നും തോന്നാം. എന്നാൽ സ്വധർമ്മം ചെയ്യുന്നതാണ് ശ്രേയസ്കരം. സ്വധർമ്മത്തിൽ മരിക്കുന്നതാണ് ശ്രേയസ്കരം. പരധർമ്മം ഭയാവഹമാണ്. ഇവിടെ ശുക്രാചാര്യൻ ത്യാഗിയും വിരക്തനുമായിരുന്നു. ജനകനും രാമനും രാജ്യം ഭരിച്ച ചക്രവർത്തിമാരായിരുന്നു. വസിഷ്ഠൻ യജ്ഞാദികളിലും അധ്യയനത്തിലും അധ്യാപനത്തിലും ദത്തചിത്തനായിരുന്നു. അവരെല്ലാം അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് വിവിധ കർമ്മങ്ങൾ ചെയ്തു. എങ്കിലും അവർ ജ്ഞാനികളായിരുന്നു. രേക്വൻ വണ്ടിക്ക് താഴെ കിടന്നുറങ്ങി. വ്യാസൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ദുർവാസാവ് ക്രോധിയായിരുന്നു. വാമദേവൻ ശാന്തനും. എന്നാൽ ഇവരും ജ്ഞാനികളായിരുന്നു. ജ്ഞാനികളായിരുന്നിട്ടും പ്രകൃതി ധർമ്മത്തെ അവർ മാറ്റിയില്ല. വസിഷ്ഠൻ യുദ്ധത്തിനിറങ്ങിയിരുന്നുവെങ്കിൽ, ശ്രീരാമൻ പുരോഹിതനായി തീർന്നിരുന്നുവെങ്കിൽ, ജനകൻ മുനിയായി തീർന്നിരുന്നുവെങ്കിൽ, നോക്കൂ, ഇവരും സ്വധർമ്മത്തെ വിട്ട് അന്യരുടെ ധർമ്മത്തെ സ്വീകരിച്ചില്ല. കാരണം അത് ഭയാവഹമാണെന്ന് തന്നെ. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അർജുനൻ്റെ സ്വധർമ്മം, ക്ഷത്രിയധർമ്മം യുദ്ധം ചെയ്യുക എന്നതാണ്. അർജുനനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞ് അർജുനനെ കർമ്മോത്സുകനാക്കാൻ നോക്കുന്നത്. ആദി ഭൗതിക ദൃഷ്ടിയിലും ഈ ധർമ്മസിദ്ധാന്തം ശരിയാണ്. അഗ്നിക്ക് ചൂടാണ്, ജലത്തിൻ്റെ സ്വഭാവം ശീതളവും വായുവിൻ്റേത് ശുഷ്കതയുമാണ്. അധ്യാത്മ ദൃഷ്ടിയിൽ കണ്ണിൻ്റേത് കാണലും കാതിൻ്റേത് കേൾക്കലും ത്വക്കിൻ്റേത് സ്പർശനവും നാവിൻ്റേത് സ്വാദറിയലുമാണ്. ആദിഭൗതിക ദൃഷ്ടിയിലും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ധർമ്മങ്ങൾ കൃത്യമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ വീട്ടിലിരുന്ന് സുഖിച്ച് തിന്നുന്നു. ഈ പഠിപ്പിക്കലൊക്കെ സുഖമുള്ള ഏർപ്പാടല്ലേ? അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നത് എത്ര കഠിനമാണ്. അവരെ നോക്കുമ്പോൾ ഇവർ സുഖിയന്മാരാണെന്നും മറ്റും പറയുന്നവർ ഓരോരുത്തരുടെയും ധർമ്മത്തിനനുസരിച്ച് ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരല്ല. ഓരോ ധർമ്മത്തിലും പെട്ടവർക്ക് അവരവരുടേതായ ചുമതലകളുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഇത്രയും പറഞ്ഞ് അർജുനനെ കർമ്മോത്സുകനാക്കാൻ നോക്കുന്ന ഭഗവാനെയാണ് നാം കാണുന്നത്. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും
കാണാം. ഇത് മനസ്സിലായി കാണുമെന്ന് എനിക്കും അറിയാം. എത്ര ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. രാജാവ് എന്ത് ചെയ്യുന്നു, ശ്രീകൃഷ്ണൻ പുരോഹിതനായിരുന്നുവെങ്കിൽ എന്തോ ആകുമായിരുന്നു. മനോഹരമായൊരു വിവരണമാണ് ഭഗവാൻ അർജുനന് നൽകിയിരിക്കുന്നത്. അർജുനൻ യുദ്ധം ചെയ്യാനായി ഊർജ്ജസ്വലനായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അർജുനൻ എന്താണ് ഭഗവാനോട് ചോദിക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.